ചേച്ചി നമസ്കാരം. ചേച്ചി എങ്ങനെയാണ് പോലീസിന്റെ പ്രതികരണം? എങ്ങനെ ഈ ഒരു പ്രതിഷേധത്തിന് നേരെ? പോലീസ് പിണറായിയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിണറായി എന്ത് പറയുന്നു അതനുസരിക്കാനാണ് ഇവിടെയുള്ള പോലീസുകാർ. അതല്ലെങ്കിൽ ഞങ്ങളുടെ ആരാധനായിട്ടുള്ള ജില്ലാ അധ്യക്ഷന്റെ നേരെ ഈ 107 ഒക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇവിടെയുള്ള കരുവന്നൂരിലെ പാവങ്ങളുടെ പൈസ തട്ടിച്ചിട്ടുള്ള CPM-കാർക്കെതിരെ എടുക്കാനായിട്ട്, അവർക്കെതിരെ ഒരു കേസ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ടോ ഇവിടെയുള്ള പോലീസിന് കൈപൊങ്ങില്ല. ഇവിടെയുള്ള പോലീസ് ഇപ്പോൾ തൃശ്ശൂരിൽ BJP MP സുരേഷ് ഗോപി ജയിച്ചതിന്റെ കൂടി ഒരു എന്താ പറയാ വെളറി പിടിച്ചിട്ടാണ് ഈ അനീഷ് കുമാറിനെതിരെ 107 എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അനീഷ് കുമാറിനെതിരെ 107 ഒക്കെ എടുത്തു കഴിഞ്ഞാലൊന്നും ഞങ്ങൾ പേടിക്കാൻ പോകുന്നില്ല. പോലീസിനെതിരെയുള്ള ഈ പ്രതിഷേധം ഞങ്ങൾ ഇനിയും തുടരും. ഇതുകൊണ്ടൊന്നും ഈ ജലപീരങ്കി കൊണ്ടൊന്നും ഞങ്ങളെ പേടിപ്പിക്കാനാവില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ കടുത്തതായിരിക്കും എന്ന് മാത്രം അറിയിക്കും. 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാപ്പ ചുമത്താനുള്ള സാധ്യത ഉണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ BJP-യുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും? ഇവിടെയുള്ള CPM-ന്റെ ആളുകളൊക്കെ വളരെ പുണ്യാളന്മാരാണല്ലോ. അവർക്കെതിരെ ഇങ്ങനത്തെ കേസുകളൊന്നും എടുക്കാൻ പാടില്ലല്ലോ അല്ലെ? അപ്പോ BJP-യുടെ ജില്ലാ അധ്യക്ഷനെ എന്ത് പറഞ്ഞിട്ടാണ് കാപ്പ ചുമത്തുന്നത്? ഇതിനേക്കാളേറെ ദേശദ്രോഹികൾ ഇവിടെയുള്ള കോളേജുകളിലെ ക്യാമ്പസുകളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും കാപ്പ ചുമത്താൻ കൈ പൊങ്ങാത്ത നട്ടല്ലില്ലാത്ത പിണറായിയുടെ പോലീസ് ഞങ്ങളുടെ അധ്യക്ഷനെതിരെ 107 ചുമത്തി കഴിഞ്ഞാൽ കാപ്പ ചുമത്താനുള്ള ധൈര്യമൊന്നും പിണറായിയുടെ പോലീസ് തൽക്കാലം ഇല്ല. അത്രേ പറയാനുള്ളൂ. നമ്മുടെ കേരളത്തിലെ CPM-ന് ഒരു പ്രത്യേകത ഉണ്ട്. അവർ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് വലിയ തരത്തിലുള്ള അക്രമങ്ങളും കൊലപാതക പരമ്പരകളും നടത്തിയിട്ടുണ്ട്. BJP-ക്കും RSS-നും കേരളത്തിൽ ഒരുപാട് പ്രവർത്തകരെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവർ പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യും? BJP ഇപ്പൊ കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ MP ആയിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇനി ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്കെതിരെ ഒന്നും കൈ പൊന്തിക്കാനായിട്ട് ഒരു ധൈര്യവും ഇവിടെയുള്ള CPM-കാരനും വിചാരിക്കേണ്ട, കോൺഗ്രസ്സുകാരനും വിചാരിക്കേണ്ട, SDPI-യും വിചാരിക്കേണ്ട. അത്ര മാത്രമേ പറയാനുള്ളൂ. ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും മുന്നിൽ വരികയാണ്. അപ്പൊ അതിന്റെ ഒരു ഭയപ്പാടാണോ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനൊക്കെ ഉള്ളത്? തീർച്ചയായും. കാരണം ഇവിടെയുള്ള തൃശ്ശൂരിൽ BJP ഇത്രയും ശക്തി ആർജിച്ചത് കണ്ടിട്ട് ആ ഒരു ഭയപ്പാടോട് കൂടി തന്നെ, അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കും അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലം പിടിക്കും, കേരളം മൊത്തം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP കയറും എന്നുള്ള ആ ഒരു ഭയത്തോട് തന്നെയാണ് BJP ജില്ലാ അധ്യക്ഷനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരെ പോലീസിന്റെ വലിയ അക്രമമാണല്ലോ ഈ കണ്ടത്. എന്താണ് ഈ ഒരു സമയത്ത് മഹിളാ മോർച്ചയുടെ പ്രവർത്തകരോട് എല്ലാവരോടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഹ്വാനം ചെയ്യാനുള്ളത്? പിണറായിയുടെ പോലീസ് എല്ലാ കാലത്തും BJP-യുടെ പ്രവർത്തകരെ മഹിളയെന്നോ പുരുഷനെന്നോ വേർതിരിവില്ലാതെയാണ് എല്ലാ കാലത്തും ആക്രമിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും ഞങ്ങളടക്കമുള്ള പ്രവർത്തകരെ ഇതിനു മുമ്പും സമരത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ നേരിട്ടിട്ടുണ്ട്. ഇവിടെയുള്ള വനിതാ പോലീസ് വെറും നോക്കൂത്തിയായിട്ട് അവിടെ നിൽക്കുകയാണ് പതിവ്. ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ അടക്കമുള്ള എല്ലാവരും സമരത്തിൽ പങ്കെടുക്കുന്നവരാണ്. ഞങ്ങൾക്കെതിരെ എപ്പോഴും പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ലാതെ തന്നെയാണ് ഇവിടെയുള്ള പോലീസ് അവിടെ എടുക്കാറ്. അതുകൊണ്ട് ഇതൊന്നും അടിച്ചതുകൊണ്ടൊന്നും ഞങ്ങളിലുള്ള സ്ത്രീ ശക്തിയിലൊന്നും തളർത്താൻ സാധിക്കില്ല. ചേച്ചി എങ്ങനെയാണെന്ന് ഈ ഒരു സമയത്ത് സ്ത്രീകൾക്കെതിരെയുള്ള പോലീസിന്റെ അക്രമം എങ്ങനെയാണ്? അതെ, ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുടെ ഇതിനു മുന്നും ഇതിന് സമരങ്ങൾ ഞങ്ങൾ ഒരുപാട് പങ്കെടുത്തിട്ടുള്ളതാണ്. അതിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടൊന്നും ഞങ്ങൾ ചളരാതെ ഇത്രയധികം സ്ത്രീകൾ ഈ എന്താ പറയാ പ്രകടനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ഇതൊരു പ്രതികാര നടപടിയാണോ? തീർച്ചയായിട്ടും ഇത് പ്രതികാര നടപടി തന്നെയാണ്. ഈ ജയിച്ചതിലും BJP ജയിച്ചതിലുള്ള തീർച്ചയായിട്ടും അതിലുള്ള തന്നെയാണ് അവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി എങ്ങനെയാണെന്ന് ഈ ഒരു പ്രതിഷേധം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത? ഈ പ്രതിഷേധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. BJP-യുടെ ജില്ലാ അധ്യക്ഷനെതിരെ 107 വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പൊ ആ വകുപ്പിന്റെ ഭീകരത എത്രയാന്നുള്ളത് കേരളത്തിലെ സമൂഹത്തിനൊക്കെ അറിയാം. ഈ രാജ്യത്ത് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവരുടെ ഒരു നേതാവിനെതിരെ പോലും ഒരു കേസെടുക്കാൻ തയ്യാറാവാതെ BJP ജില്ലാ അധ്യക്ഷനെതിരെ ഈ കേസെടുത്തത് തൃശ്ശൂരിൽ BJP നേടിയ വിജയം അത് അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. തൃശ്ശൂരിൽ BJP നേടിയ വിജയം, ഒപ്പം തന്നെ കരുവന്നൂർ കേസ് CPM-ന്റെ നേതാക്കൾ ഓരോന്നോരോന്നായി തുറങ്കിൽ പോകുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ BJP-യെ തളർത്തുക അല്ലെങ്കിൽ BJP-യുടെ പോരാട്ട വീര്യം തളർത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞങ്ങളത് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ കേസ് കൊണ്ടൊന്നും BJP പിന്നോട്ട് പോകില്ല. വർദ്ധിത ശക്തിയോടുകൂടി സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം അണിനിരന്നുകൊണ്ട് ഈ സമരത്തെ നമ്മൾ നേരിടും. ഇനിയും ഇതുപോലുള്ള നടപടികളുമായി പോലീസും പിണറായിയുടെ സർക്കാരും മുന്നോട്ട് പോവുകയാണ്. ശക്തമായ പ്രതികരണം ഉണ്ടാവും. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കും. കാപ്പ ചുമത്തി കഴിഞ്ഞാൽ എന്താകും? 6 മാസത്തിനുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കാപ്പ ചുമത്തപ്പെടാം എന്നുള്ള ഒരു രീതിയിലുള്ള പത്ര റിപ്പോർട്ടുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ BJP-ക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളുകയാണ് ഈ വളർച്ചയുടെ ഈ ഒരു സമയത്ത്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. രാത്രി എല്ലാ ചാനലുകളിലും നടത്തുന്ന ചർച്ചകളിൽ നമ്മൾ പ്രത്യേകം എടുത്തു നോക്കിയാൽ ഓരോരുത്തരും ഓരോ ചാനലുകൾ കൃത്യമായി അവർ BJP-യെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ തൃശ്ശൂരിൽ നമ്മൾ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിജയം ഉണ്ടായി എന്ന് മാത്രമല്ല 20% വോട്ടിന്റെ വളർച്ചയാണ് കേരളത്തൊട്ടാകെ BJP-ക്ക് ഉണ്ടായത്. അതിൽ സത്യത്തിൽ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം ഒരേപോലെ തന്നെ ഭയചകിതരായിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പേടിച്ചോടൽ എന്ന് തന്നെ
പറയേണ്ടി വരും. അപ്പൊ തൃശ്ശൂരിൽ ഉണ്ടായ വിജയം തൃശ്ശൂരിൽ ആവർത്തിക്കാതിരിക്കാൻ, മറ്റു ജില്ലകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന പോലെയാണ് അവർ തൃശ്ശൂർ BJPക്കെതിരെ ശക്തമായ നടപടികളായിട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു, അതിശക്തമായ പരിപാടികൾ, സമര പരിപാടികൾ ഉണ്ടാകും. ഇന്നത്തെ സമരം സമാധാനപരമായി തീർന്നു എന്നുള്ളത് BJPക്കാർ എല്ലാ കാലത്തും എന്ത് അതിക്രമം കാണിച്ചാലും അക്ഷമരായി എല്ലാം സഹിക്കും എന്നുള്ളതല്ല, തിരിച്ചടിക്കും. ഇനിയും ഇതുപോലുള്ള അക്രമ പരിപാടികൾ 107 വകുപ്പ് പോലുള്ള ഈ വകുപ്പുകൾ നമ്മുടെ നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ചുമത്തിയാൽ ശക്തമായ പ്രതികരണം ഉണ്ടാവും. CPM-ന്റെ ശക്തമായിട്ടുള്ള കോട്ടകളിൽ പോലും BJP ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അത് ഈ അന്തിക്കാട് പോലെയുള്ള പഞ്ചായത്തുകളിൽ 16 ബൂത്തുകളിൽ 15 ബൂത്തിലും BJP ആണ് ഒന്നാം സ്ഥാനത്ത്. CPM-ന്റെ ഒരു മോസ്കോ എന്നൊക്കെ പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ്. രണ്ടാമത്തേത് ഈ ഇവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാർ പോലും അദ്ദേഹത്തിന്റെ ബൂത്തിൽ 11 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിട്ട് നിന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം BJP അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് എത്രത്തോളം ഒരു വിറളി പൂണ്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും CPM-നെ നമുക്കറിയാം. CPM-നെ കുറിച്ച്, CPM-നെ പറ്റി ആലോചിക്കുമ്പോൾ അവർ എത്രത്തോളം ഭയചകിതരാണെന്നുള്ളത്. സുനിൽകുമാർ തൃശ്ശൂരിന്റെ പുത്രനാണെന്നും തൃശ്ശൂരിൽ ഒരു ഫോൺ കോളിന്റെ ഇതിൽ തൃശ്ശൂരിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞ് ഇലക്ഷനെ നേരിട്ട സുനിൽകുമാർ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തായി. അതുപോലെ അവർ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് നേരിട്ട്. അപ്പൊ അതിന്റെ ഒരു ശക്തമായ ഒരു പ്രതിഷേധം അവർക്ക് കാണിക്കാൻ വേറെ വഴിയില്ല. അപ്പൊ അവരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളതാണ്. 44 പഞ്ചായത്തുകളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. അതിൽ 34-ലും BJP ആണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇതേ ഒരു സാഹചര്യം നിലനിർത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോ നമുക്കറിയാം, തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ പോലും പരസ്യമായി സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മാത്രമല്ല നമുക്ക് എല്ലാ സ്ഥലത്തും കേരളത്തിൽ വലിയ വിജയം ആവർത്തിക്കാൻ കഴിയും. നമ്മൾ 2-ാം സ്ഥാനത്ത് പോയിട്ടുള്ള ആറ്റിങ്ങലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പല പഞ്ചായത്തുകളും പല മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പിടിക്കാൻ തക്ക ഒരു ശക്തിയായി BJP മാറിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് CPM-നെ ഇത്ര ഭയചകിതരാക്കുന്നത്.